വളരാനായിട്ട് സാധിക്കും. ബിസിനസ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി ഞാൻ അടുത്തതായിട്ട് ക്ഷണിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ആലുവ സ്വദേശി ആയിരിക്കെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇന്ന് റൂബി എക്സിക്യൂട്ടീവ് റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആലുവ സ്വദേശിയായുള്ള ശ്രീവർഷ മേഡത്തിന് നല്ലൊരു കൈ കൊടുക്കണം. പറഞ്ഞായിരുന്നു മലയാളം അറിയാണ്ട് ഉള്ള ആളാണെന്ന്. അപ്പൊ എന്തെങ്കിലും ഞാൻ റോങ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാവാം. ബിക്കോസ് ഇവിടെ കുറെ പുതിയ മുഖങ്ങള് ഞാൻ കാണുന്നുണ്ട്. ഫസ്റ്റ് ടൈം വന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ബിക്കോസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സിലോട്ടാണ് നിങ്ങൾ വന്നേക്കുന്നതെന്നുള്ളത് പറയുകയാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മള് റെസ്റ്റോറന്റിലേക്ക് പോകുമല്ലോ. ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മൾ ഇരിക്കും. അവിടെ നമ്മൾ ഓർഡർ ചെയ്യും, ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യും. നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണല്ലോ. എന്റെ വിശ്വാസവും അങ്ങനെയാണ്. ഞാനും അങ്ങനെ തന്നെ ഡ്രീം ലിസ്റ്റില് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ച് അതിന് മടക്കി അവിടെ വെച്ച് വെയിറ്റ് ചെയ്ത് ഇരുന്ന് കുറെ ഡ്രീംസ് ഇതിൽ കൂടെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. 2024 ഇയർ ഓഫ് എഫിഷ്യൻസി ആയിരുന്നു കമ്പനിയിലത്തെ. ആ ഇയറിൽ എനിക്ക് റൂബി എക്സിക്യൂട്ടീവ് ആവാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് ഐ ഡോണ്ട് നോ ഹൗ. ഇപ്പൊ നിങ്ങൾ ഈ റൂമിലിരുന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ ഹൗ ഐ മെയ്ഡ് ഇറ്റ് ഹാപ്പൻ ഫോർ മീ. ഞാൻ ഇവിടെ കുറെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിങ്ങളെ ആരാണ് ഇവിടെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നേ അവരെല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ചെയ്യും. അങ്ങനെ ഹെൽപ്പ് ചെയ്ത രണ്ട് ആൾക്കാരാണ് മിസ്റ്റർ സാബിത്ത് മിസ്റ്റർ അഖിലാചാര്യ. അവരുടെ ഒരു പ്രസൻസിൽ എനിക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അടുത്തത് 2025 ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 2025 ഞാൻ ടോപ്പ് റീറ്റെയിലർ ബോണസ് അടിക്കും. ഇത് എങ്ങനെ നടത്തുന്ന ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ റീറ്റെയിൽ ക്വീൻ ആയിരുന്നു, കാര്യങ്ങളായിരുന്നു, കുറെ കാര്യങ്ങൾ ചെയ്തായിരുന്നു. അപ്പൊ അതേപോലെ ഇതും സംഭവിക്കും. ബട്ട് എനിക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ പറയാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഒരു കാര്യം പറയട്ടെ. ഗൂഗിൾ മാപ്പ് ഇവിടെ യൂസ് ചെയ്ത എത്ര പേരുണ്ട്? നമ്മൾ ഗൂഗിൾ മാപ്പില് ഡെസ്റ്റിനേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് ഇന്ന സ്ഥലം ടു ഇന്ന സ്ഥലം. ഇപ്പൊ വയനാട് വരണം. ഓക്കെ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് വയനാട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ ഗൂഗിൾ മാപ്പ് എന്താ ചെയ്യാ? റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് പറയും. ഡെസ്റ്റിനേഷൻ പറയോ? ഡെസ്റ്റിനേഷൻ പറയില്ലല്ലോ. എങ്ങനെ എത്തുന്നു നമുക്കറിയില്ല. റൂട്ട് അറിയില്ലെങ്കിൽ ഫോളോ ചെയ്യാം. റൂട്ട് ഓട്ടോമാറ്റിക്കലി അറിയും. ഡ്രീം മാത്രം ചെയ്യാം. കാര്യങ്ങൾ പിന്നെ അടുത്തൊരു കാര്യം, ടോപ്പ് റീറ്റെയിലർ അടിക്കും എന്ന് പറയുമ്പോൾ എന്റെ മിഷൻ മാറുന്നു എന്നല്ല അതിന്റെ അർത്ഥം. എനിക്ക് ഈ കമ്പനിയിൽ ഒരു മിഷൻ ഉണ്ട്. 100 വുമൻസിന് 10,000 rupees വീക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യണം.